ഇന്ത്യയിലെ മുൻനിര വാഹന നിർമ്മാതാക്കളായ MG മോട്ടോഴ്സ് ഇലക്ട്രിക് പവർ ട്രെയിനിൽ 2 വാഹനങ്ങൾ ഇന്ത്യയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. അതിൽ ഒന്നൊരു പ്യുവർ EV ആണെങ്കിൽ അടുത്തത് ഒരു പ്ലഗ് ഇൻ ഹൈബ്രിഡ് മോഡലാണ്. ഈ വാഹനത്തിൻ്റെ പേര് ഹെക്ടർ ടോമാഹോക്ക് എന്ന പേരിലാണ് വന്നിരിക്കുന്നത്. ഒന്ന് ഹെക്ടർ ടോമാഹോക്ക് EV, അതുപോലെ ഹെക്ടർ ടോമാഹോക്ക് PHEV എന്നീ പേരുകളിലാണ് ഈ വാഹനം വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെ സവിശേഷതകളാണ് ഈ 2 വാഹനങ്ങളിൽ MG കൊണ്ടുവന്നിട്ടുള്ളതെന്ന്. നമുക്കറിയാം, ഈ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് അഡാപ്റ്റ് എന്ന് പറയുന്ന ആ ഒരു പ്ലാറ്റ്ഫോം MG ഡെവലപ്പ് ചെയ്ത്, അതായത് അഡ്വാൻസ്ഡ് ഡ്രൈവർ ആർക്കിടെക്ചർ പ്ലാറ്റ്ഫോം ടെക്നോളജി എന്നാണ് അഡാപ്റ്റിൻ്റെ ഒരു ഫുൾ ഫോം. അത് ശരിക്കും ഇലക്ട്രിക് വാഹനത്തിനും ഹൈബ്രിഡ് വാഹനത്തിനും എല്ലാം അടിസ്ഥാനം ഒരുക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം അല്ല ഒരു ആർക്കിടെക്ചർ ആയിട്ടാണ് ആ ഒരു സംവിധാനം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇതേ ആർക്കിടെക്ചറിലാണ് ഈ 2 വാഹനം ഒരുങ്ങിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ ഒരു ഇലക്ട്രിക് പതിപ്പിലേക്ക് പോകാം. എന്തൊക്കെയാണ് ഈ വാഹനത്തിൽ വന്നിട്ടുള്ള ഫീച്ചേഴ്സും നമുക്ക് നോക്കാം. ആദ്യ കാഴ്ച തന്നെ നമുക്ക് മനസ്സിലാവും, വളരെ സ്റ്റൈലിഷ് ആയിട്ട് തന്നെയാണ് ഈ വാഹനത്തിൻ്റെ ഡിസൈൻ വന്നിട്ടുള്ളത്. ശരിക്കും എന്താ പറയുന്ന ആ ഒരു ഇൻ്റർനാഷണൽ മോഡലായ സ്റ്റാർലൈറ്റ് 560 എന്ന് പറയുന്ന ആ ഒരു മോഡലിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഡിസൈനിലാണ് ഈ ഒരു വാഹനം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഹെഡ്ലൈറ്റിൻ്റെ ഏരിയ തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 2 ലൈൻ പോലെ കൊടുത്തിരിക്കുന്ന ആ ഒരു DRLs നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതിൽ ആ ഒരു സ്ക്വയർ ടൈപ്പിൽ 2 പ്രൊജക്ഷൻ ഹെഡ് ലാമ്പ് വരുന്നുണ്ട്. സെൻറ്ററിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇല്ലുമിനേറ്റ് ചെയ്യുന്നൊരു ലോഗോ വരുന്നുണ്ട്. ഈ ഒരു ലോഗോയിൽ കൂടെ കടന്നു പോകുന്ന ഒരു ബ്ലാക്ക് സ്ട്രിപ്പ്, അതൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിങ്ങിലാണ് വന്നിട്ടുള്ളത്. ഫ്രണ്ട് അത്യാവശ്യം ക്ലോസ്ഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. കാരണം നമുക്കറിയാം ഇതൊരു ഇലക്ട്രിക് വാഹനമാണ്. അതുകൊണ്ട് തന്നെ വളരെ ഗ്രില്ലോ കാര്യങ്ങളൊന്നും ആവശ്യമില്ല. താഴോട്ട് നോക്കി കഴിയുമ്പോൾ ഈ ഒരു ഏരിയയിൽ എന്താ പറയുക, കുറച്ചുകൂടി സ്റ്റൈലിഷ് ആയിട്ടുള്ള മെഷൊക്കെ കൊടുത്ത് അത്യാവശ്യം വൃത്തിയായിട്ട് തന്നെ ഡിസൈൻ വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ആ ഒരു 360 വ്യൂ ക്യാമറ കാണാൻ വേണ്ടി പറ്റും. നമ്മൾ അതിൻ്റെ ഒരു സൈഡ് പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ ഈ ഒരു ഏരിയയിൽ ഒരു വലിയൊരു എയർ കട്ടൺ കൊടുത്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് ആ ഒരു എയറോഡൈനാമിക്കിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് അത് വന്നിരിക്കുന്നത്. 18 ഇഞ്ച് വലിപ്പമുള്ള ഒരു ഡ്യുവൽ ടോൺ ഡയമണ്ട് കട്ട് അലോയ് വീൽ ഇതിൽ വന്നിട്ടുണ്ട്. അതുപോലെ റെഡ് ബ്രേക്ക് കാലിപ്പറും ആ ഒരു അവിടെ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. വീൽ ആർച്ചും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ബ്ലാക്ക് കളറിലുള്ള ആ ഒരു ക്ലാഡിങ് കൊടുത്താണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫൈബറിലാണ് വന്നിട്ടുള്ളത്. ഈ ഒരു മിററിൽ നമുക്ക് ആ ഒരു 360 വ്യൂ ക്യാമറ കാണാൻ വേണ്ടി പറ്റും. ഈ സൈഡ് പ്രൊഫൈലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രോപ്പർ SUV ലുക്ക് നമുക്ക് കിട്ടുന്നുണ്ട്. കാരണം ഇവിടെ നമുക്ക് അത്യാവശ്യം യൂസബിൾ ആയിട്ടുള്ള ഒരു ബ്ലാക്ക് റൂഫ് റെയിൽ വന്നിട്ടുണ്ട്. അതേ ബ്ലാക്കിൽ തന്നെയാണ് ഈ ഒരു വിൻഡോ ബോർഡറും പില്ലേഴ്സൊക്കെ വന്നിട്ടുള്ളത്. ഈ ഒരു ഏരിയ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ക്രോമിയം ബോർഡറും ഡോറിൻ്റെ ലോവർ പോർഷനിലേക്ക് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ബാക്കിലേക്ക് വരികയാണ്. ഈ സി പില്ലറിൽ അത്യാവശ്യം വാഹനം സ്റ്റൈലിഷ് ആക്കുന്നതിന് വേണ്ടി ആ ക്രോമിയത്തിൽ അത്യാവശ്യം ഡിസൈനൊക്കെ കൊടുത്തൊരു എലമെൻറ്റ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു ഗ്ലോസി ബ്ലാക്ക് സ്ട്രിപ്പും ആ സൈഡിൽ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. റിയർ പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ മുമ്പിൽ ആ ഒരു ഹെഡ്ലൈറ്റിൽ DRL എങ്ങനെയായിരുന്നു അതേ ഡിസൈനിൽ തന്നെ ഈ ഒരു ടെയിൽ ലാമ്പിലും ലൈറ്റ്, അതായത് LED ലൈറ്റ് സ്ട്രിപ്പ് കൊടുത്തിരിക്കുന്നത് കാണാൻ വേണ്ടി പറ്റും. റാപ്പ് അറൗണ്ട് ഹെഡ് ലാമ്പാണ് ഇതിൽ വന്നിട്ടുള്ളത്. കംപ്ലീറ്റ്ലി LED ലൈറ്റ് യൂണിറ്റാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് ആ ഒരു വണ്ടിയുടെ ബാഡ്ജിങ് ഹെക്ടർ ടോമാഹോക്ക് എന്ന് പറയുന്ന ആ ഒരു ബാഡ്ജിങ് കാണാൻ വേണ്ടി പറ്റും. ആ ഒരു സൈഡിലാണ് EV എന്ന് പറയുന്ന ആ ഒരു ബാഡ്ജിങ്ങും അതുപോലെ അഡാസ് നമുക്കറിയാം MGയുടെ എല്ലാ വാഹനത്തിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. നമ്മളിതിൻ്റെ ഒരു ബൂട്ട് 1 ടച്ചിൽ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നൊരു ബൂട്ടാണ് ഇത് വന്നിരിക്കുന്നത്. അത്യാവശ്യം മാസീവായിട്ടൊരു ബൂട്ട് സ്പേസും ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം മോർ ദാൻ 600 ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസ് ഇതിൻ്റെ ഒരു 5 സീറ്റർ പതിപ്പിൽ വരുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഉള്ള ഈ ഒരു വാഹനം 5 സീറ്ററാണ്. ഇതിൻ്റെ 5 സീറ്റർ 7 സീറ്റർ ലേഔട്ടിൽ ഈ ഒരു വാഹനം അവൈലബിൾ ആണ്. അതുപോലെ നമുക്ക് 1 ടച്ചിൽ ഇതിൻ്റെ ബൂട്ട് നമുക്ക് ക്ലോസ് ചെയ്യാനും പറ്റും. ബാക്കിൽ നമ്മൾ ബാക്കി ഡിസൈൻ നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു റൂഫ് എക്സ്റ്റൻഡ് ആയിട്ടുള്ളൊരു സ്പോയിലർ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ശരിക്കും എന്താ പറയുന്നത്, 2 കളറിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഒരു ബോഡി കളർ അതുപോലെ ബ്ലാക്ക് എലമെൻറ്റ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു വിങ് സ്പോയിലറും കൊടുത്തിരിക്കുന്നത് കാണാൻ വേണ്ടി പറ്റും. കാഴ്ചയിൽ സ്റ്റൈലിഷുമാണ്. ഇതിൻ്റെ ഒരു ലെങ്ത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 4.75 മീറ്ററിൻ്റെ ലെങ്ത്തിനകത്തുണ്ട്. അതുപോലെ 2.8 മീറ്ററിൻ്റെ വീൽ ബേസും ഈ ഒരു വാഹനം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ നോക്കുന്നത് ഇതിൻ്റെ ഒരു ഇൻറ്റീരിയറിലെ ഫീച്ചറാണ്. അപ്പോൾ നമുക്ക് ഇൻറ്റീരിയറിലേക്ക് പോകാം. ഒരു പ്രീമിയം വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിൽ കയറിയ ഫീലാണ് ശരിക്കും നമുക്ക് ഈ ഒരു ഹെക്ടർ ടോമാഹോക്കിൻ്റെ EV പതിപ്പിൻ്റെ ഇൻറ്റീരിയറിൽ നമുക്ക് കിട്ടുന്നത്. ശരിക്കും ഇതിൻ്റെ ഒരു എന്താ പറയുക, ആ ഒരു ഫീൽ നമുക്ക് തരുന്ന ഇതിൻ്റെ ഇൻറ്റീരിയറിലെ കളർ തന്നെയാണ്. ഈ കളർ നമുക്ക് കണ്ടാൽ മനസ്സിലാവും, ഒരു ബേജ് കളർ, അതായത് കൂടുതലും ബേജ് കളറാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഏരിയയിലൊക്കെ ലെതർ എന്താ പറയുക എലമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. മേളിലേക്ക് വരുമ്പോഴത്തേക്ക് കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള പ്ലാസ്റ്റിക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു നമ്മുടെ ആദ്യം ഇൻറ്റീരിയർ കയറി നമുക്ക് ആദ്യം പെട്ടെന്ന് നമ്മുടെ ശ്രദ്ധ പോകുന്നത് ഈ ഒരു വലിയ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ തന്നെയാണ്. 15.6 ഇഞ്ച് വലിപ്പത്തിലാണ് ഈ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം വന്നിരിക്കുന്നത്. അത്യാവശ്യം സ്റ്റാൻഡ് അലോൺ ആയിട്ട് ഭയങ്കര മാസീവ് സൈസിൽ തന്നെയാണ് ഈ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഇതിൽ വന്നിരിക്കുന്നത്. അത്യാവശ്യം ഫീച്ചർ റിച്ച് ആയിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. കാരണം കണക്ടിവിറ്റി സംവിധാനങ്ങൾ ഉൾപ്പെടെ നിരവധി കാര്യങ്ങൾ നമുക്ക് ഇതിനകത്തുണ്ട്. ഇത് നമുക്ക് ഈ ഒരു എന്താ പറയുന്നത് ഇതിൻ്റെ ഒരു ഹോം സ്ക്രീനിൽ തന്നെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അത്യാവശ്യം ഫീച്ചർ റിച്ച് ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അതുപോലെ നിരവധി സംവിധാനങ്ങൾ നമുക്ക് ഈ ഒരു എന്താ പറയുന്നതിൽ അവൈലബിൾ ആണ്. കാരണം എന്താ ഈ ജിയോ സാവൻ ഉൾപ്പെടെയുള്ള മ്യൂസിക് ആപ്പുകൾ, അതുപോലെ ഐക്കോള്, പിന്നെ എന്താ പറയുന്നത്
ഫോണ്, ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ കണക്ടിവിറ്റി സംവിധാനങ്ങൾ, അങ്ങനെ എന്താ പറയുന്ന ഒരു ഇലക്ട്രിക് വാഹനത്തിൽ വേണ്ട അല്ലെങ്കിൽ ഏതൊരു വാഹനത്തിലും വേണ്ട ഫീച്ചറുകളുടെ വലിയൊരു നിര ഈ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിനെ അടിസ്ഥാനമാക്കി വന്നിട്ടുണ്ട്. നമ്മൾ ഡ്രൈവർ ഡിസ്പ്ലേയിലേക്ക് നോക്കുമ്പോഴത്തേക്ക് അതിൻ്റെ സൈസ് നല്ലോണം കുറച്ചിട്ടുണ്ട്. കാരണം 8.8 ഇഞ്ച് വലിപ്പം മാത്രം വരുന്ന വളരെ ചെറിയൊരു സ്ക്രീനാണ് വന്നിരിക്കുന്നത്. അതും കംപ്ലീറ്റ്ലി ഡിജിറ്റലാണ്, കളർ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ സ്റ്റിയറിംഗിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ MGയുടെ പല മോഡലും നമ്മൾ കണ്ടിട്ടുള്ള ആ ഡീക്കട്ട് 2 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് വളരെ സിമ്പിളായിട്ട് തന്നെ വന്നിരിക്കുന്നത്. നമുക്ക് ഈ ഒരു 2 സൈഡിൽ നമുക്ക് അത്യാവശ്യം ഫോണ്, ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഒക്കെ ആക്സസ് ചെയ്യുന്നുള്ള സ്വിച്ചസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ ക്ലൈമറ്റ് കൺട്രോളിൻ്റെ സ്വിച്ചുകളും കാര്യങ്ങളൊക്കെ എന്താ പറയുന്നത് കുറച്ചും കൂടെ അപ്പീലിംഗ് ആയിട്ടുള്ള രീതിയിലാണ് അവർ പ്ലേസ് ചെയ്തിരിക്കുന്നത്. കാരണം ആ ഒരു സെൻട്രൽ കൺസോളിൻ്റെ ഏറ്റവും ഫ്രണ്ടിലായിട്ട് ആ ഒരു AC-യുടെ കൺട്രോൾസ് കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ആ ഒരു ഫിസിക്കൽ സ്വിച്ചിന് പകരം നമുക്ക് ഈ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ നമുക്ക് എന്താ പറയുന്നത് ഡിജിറ്റൽ ആ ഒരു സ്ക്രീനിൽ ടച്ച് സ്ക്രീനായിട്ടും നമുക്ക് ക്ലൈമറ്റ് കൺട്രോൾ ആക്സസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ വലിയ പ്രത്യേകത. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു വയർലെസ് ചാർജിങ് കാണാൻ വേണ്ടി പറ്റും. അത്യാവശ്യം ഫോൺ ഹോൾഡേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഒരു വലിയൊരു ഏരിയ ആയിട്ടാണ് സെൻട്രൽ കൺസോൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 2 ഗ്ലാസ് ഹോൾഡേഴ്സ് ഉണ്ട്. ഇവിടെ ഒരു കീ ഹോൾഡർ അല്ലെങ്കിൽ മൊബൈൽ ഹോൾഡർ ഇവിടെ വന്നിരിക്കുന്നത് കാണാൻ വേണ്ടി പറ്റും. ഇത് അവസാനിക്കുന്നത് വലിയ അത്യാവശ്യം വലിപ്പമുള്ള ഒരു സ്റ്റോറേജ് സ്പേസ് ഉള്ളൊരു ആംബ്രസ്റ്റിലാണ് ഈ ഒരു സെൻട്രൽ കൺസോൾ അവസാനിക്കുന്നത്. നമ്മൾ സീറ്റിൻ്റെ ഡിസൈനിലേക്ക് നോക്കി നമ്മൾ ഓൾറെഡി പറഞ്ഞു ഭയങ്കര അപ്പീലിംഗ് ആയിട്ടുള്ള കളർ ഇതിൽ വന്നിട്ടുണ്ട്. അതുപോലെ വെന്റിലേറ്റഡ് സംവിധാനം, അത്യാവശ്യം നല്ല കുഷനിങ്, ആ ഒരു എന്താ നമ്മളുടെ നല്ല ഡീസൻ്റ് ആയിട്ടുള്ള തൈ സപ്പോർട്ട് വരുന്നുണ്ട്. അതുപോലെ ബോൾസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കൊടുത്ത് നമ്മളൊരു എന്താ പറയുക നമ്മൾ ഹഗ് ചെയ്ത് പിടിക്കുന്ന പോലത്തെ ഫീൽ തരുന്നൊരു സീറ്റ് ഇതിൽ വരുന്നുണ്ട്. വെന്റിലേറ്റഡ് സംവിധാനം ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഈ സീറ്റാണല്ലോ മെമ്മറി ഫംഗ്ഷൻ ഉൾപ്പെടെ ഉള്ള നമുക്കത് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റായിട്ടാണ് ഡ്രൈവർ സീറ്റ് വന്നിട്ടുള്ളത്. നമ്മൾ മേളിലേക്ക് നോക്കിയാൽ നമുക്ക് വളരെ മാസീവായിട്ടുള്ളൊരു പനോരമിക് സൺറൂഫ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. AC വെൻറ്റിൻ്റെ പ്ലേസിങ്ങും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. കാരണം ഒരെണ്ണം കൊടുത്തിരിക്കുന്ന ഈ ഒരു ഏരിയയിലാണെങ്കിൽ 2 എൻഡിലെ കൊടുത്തിരിക്കുന്ന ഒരു വെറൈറ്റി ഡിസൈനിൽ തന്നെ ആ ഒരു AC വെൻറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഇത്രയാണ് ഇതിൻ്റെ ഒരു ഒന്നാം നിരയിൽ വന്നിട്ടുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ. ശരിക്കും ഒറ്റ നോട്ടത്തിൽ നമ്മൾ വളരെ ലാളിത്യത്തോടെ ഉള്ളൊരു എന്താ പറയുന്ന ഡിസൈനാണ് ഈ ഒരു, അല്ലെങ്കിൽ വളരെ ലാളിത്യത്തോടുള്ളൊരു ലേ ഔട്ടാണ് ഈ ഒരു ഫസ്റ്റ് റോയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി സെക്കൻഡ് റോയിലേക്ക് നോക്കാം. ഇതിൻ്റെ ഒരു ഒന്നാം നിരയിൽ നമ്മൾ പറയുമ്പോൾ എടുത്തു പറയേണ്ട 256 നിറങ്ങളിലുള്ള ആംബിയൻ ലൈറ്റിംഗ് ഇതിനകത്ത് വരുന്നുണ്ട്. ഇത്രയും കളറ് നമ്മൾ പോലും കണ്ടിട്ടുണ്ടാവില്ല. അത്രയും ലൈറ്റുകൾ ഇതിൽ വരുന്നുണ്ട്. അതുപോലെ 10 സ്പീക്കറിൻ്റെ ഇൻഫിനിറ്റി മ്യൂസിക് സിസ്റ്റം ഇതിൽ വരുന്നുണ്ട്. അങ്ങനെ എന്താ പറയുക അത്യാവശ്യം നമ്മൾ സമീപകാലത്ത് കണ്ടിട്ടുള്ള ഒരു പ്രീമിയം വാഹനത്തിലുള്ള ഫീച്ചേഴ്സൊക്കെ ഈ ഒരു വാഹനത്തിൽ അവർ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി രണ്ടാമത്തെ നിരയിലേക്ക് പോകാം. നമ്മുടെ കയ്യിലുള്ളത് ഇതിൻ്റെ ഒരു 5 സീറ്റർ പതിപ്പാണ്. ഈ ഒരു വാഹനത്തിൻ്റെ 5 സീറ്ററും അതുപോലെ 7 സീറ്ററും വരുന്നുണ്ട്. ഈ ഒരു 5 സീറ്റർ ആ വാഹനത്തിലേക്ക് വരുമ്പോഴത്തേക്ക് വളരെ മാസീവായിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് ഈ വാഹനത്തിൽ വരുന്നുണ്ട്. അതുപോലെ സെക്കൻഡ് റോയിൽ നമ്മുടെ ലെഗ് റൂമും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കൊടുക്കുന്നുണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സെക്കൻഡ് റോയിലെ സവിശേഷത. ഇനി നമ്മൾ നോക്കുന്നത് നമുക്ക് ഈ ഒരു സെക്കൻഡ് റോ എത്രത്തോളം കംഫർട്ടബിൾ ആണെന്നുള്ളൊരു കാര്യമാണ്. കാരണം സീറ്റുകൾ നമ്മൾ മുമ്പിൽ പറഞ്ഞു ഓൾറെഡി, ആ ഒരു മുൻപിലെ സീറ്റിൻ്റെക്കാളും ക്വാളിറ്റിയിൽ യാതൊരു കുറവും വരുത്താതെയാണ് ഇതിൻ്റെ ഒരു റിയർ സീറ്റ് വന്നിരിക്കുന്നത്. അത്യാവശ്യം ഫീച്ചർ റിച്ച് ആയിട്ട് അല്ലെങ്കിൽ നമ്മളെ കംഫർട്ടബിൾ ആക്കുന്ന രീതിയിൽ നല്ല സ്റ്റൈലിഷ് ആയിട്ടാണ് ഈ സീറ്റ് വന്നിരിക്കുന്നത്. നമുക്ക് ആ ഇരിപ്പ് തന്നെ നമ്മൾ കുറച്ച് ആ ഒരു സുപ്പീരിയർ പൊസിഷനിലാണ്. തൈ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. യാതൊരു കുറവും അതിൽ വരുത്തിയിട്ടില്ല. 5 സീറ്ററാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ ഈ ഒരു ആംറസ്റ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ ശരിക്കും ഒരു പ്രോപ്പർ 4 സീറ്ററാണ്. അതായത് 2 സീറ്റ് വളരെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. 60-40 റേഷ്യോയിലാണ് സീറ്റ് സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത്. സപ്പോസ് നമ്മൾ ആ ആംറസ്റ്റ് മടക്കി വെക്കുകയാണെങ്കിൽ 3 പേർക്ക് അതിവിശാലമായിട്ട് ഇതിലിരിക്കാൻ പറ്റും. അതിൻ്റെ ഏറ്റവും പ്രധാന കാരണം ഈ ഒരു പ്ലാറ്റ്ഫോമാണ്. കാരണം ആ സെൻട്രൽ ടണലും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഫ്ലാറ്റ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത്. അതുകൊണ്ട് 3 പേർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഇതിലിരിക്കാൻ വേണ്ടി പറ്റും. റിയറിലെ പാസഞ്ചേഴ്സിനായിട്ട് AC വെൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ മൊബൈൽ ചാർജിങ് സംവിധാനവും നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഈ ഒരു സൈഡിൽ എന്താ പറയുക ആ ഒരു ആംറസ്റ്റ് കുറച്ച് വലിപ്പം അല്ലെങ്കിൽ കുറച്ച് വീതി കുറവായിട്ടാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെയാണ് അതിൻ്റെ ആ ഒരു ഹാൻഡിലും കൊടുത്തിട്ടുള്ളത്. എന്നാലും കുഴപ്പമില്ല, മോശമില്ല. അത്യാവശ്യം എന്താ പറയുക ലെതർ കവറിങ് ഒക്കെ കൊടുത്തിട്ടുള്ളതുകൊണ്ട് നമുക്ക് കൈക്കൊന്നും ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത രീതിയിൽ നമുക്ക് അവിടെ കൈ ഹോൾഡ് ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റുന്നുണ്ട്. ഈ ഒരു റീഡിംഗ് ലൈറ്റ് ഈ ഒരു ഏരിയയിൽ നിന്ന് അത് ഓൺ ചെയ്യുന്ന ഓഫ് ചെയ്യുന്നതെല്ലാം ഈ ഏരിയ തന്നെയാണ്. ഈ ഒരു ആംബിയൻ ലൈറ്റിൻ്റെ യൂസിങ് നമുക്ക് ഈ ഏരിയ കൂടെ എല്ലാം നമുക്ക് കാണാൻ വേണ്ടി പറ്റും. വളരെ സ്റ്റൈലിഷ് ആയിട്ട് ഇപ്പം നമ്മുടെ ഒരു രാത്രി യാത്രയിലൊക്കെ നല്ലൊരു ഫീല് തരുന്ന രീതിയിലാണ് ആ ലൈറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അപ്പം ഇത്രയാണ് ഈ ഒരു വാഹനത്തിൻ്റെ രണ്ടാം നിരയിൽ വന്നിട്ടുള്ളത്. നമ്മൾ പറഞ്ഞത് ഈ ഒരു വാഹനത്തിൻ്റെ എക്സ്റ്റീരിയറിലുള്ളതും ഇൻറ്റീരിയറിലുള്ളതായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇനി നമ്മൾ നോക്കുന്നത് ഇതിൻ്റെ ഒരു ഹൈബ്രിഡ്, അതായത് ഇതിൻ്റെ ഒരു പ്ലഗ് ഇൻ ഹൈബ്രിഡ് മോഡലും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അതിലേക്ക് പോകാം. ഇത്രയും സമയം നമ്മൾ കണ്ടത് ഈ ഒരു ഹെക്ടർ ടോമഹോക്കിൻ്റെ EV പതിപ്പ് ആയിരുന്നെങ്കിൽ ഇനി നമ്മൾ നേരെ വന്നിരിക്കുന്നത് ഇതിൻ്റെ ആ ഒരു പ്ലഗ് ഇൻ ഹൈബ്രിഡ് പതിപ്പിലേക്കാണ്.
ശരിക്കും എന്താ പറയുന്നത് ഈ ഒരു വരവിൽ അല്ലെങ്കിൽ എം ജിയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഈ വാഹനം തന്നെയാണ്. കാരണം ആ ഒരു പ്ലഗ് ഇൻ ഹൈബ്രിഡ് സാങ്കേതിക വിദ്യയിൽ അവരുടെ ആദ്യത്തെ വാഹനമാണ് അത്. അഡാപ്റ്റ് എന്ന് പറഞ്ഞ ഒരു പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കിയാണ് വന്നിരിക്കുന്നത്. വളരെ സ്റ്റൈലിഷ് ആയിട്ട് തന്നെയാണ് ഡിസൈനൊക്കെ വന്നിരിക്കുന്നത്. കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞ ആ ഒരു ഇലക്ട്രിക് പതിപ്പിന് സമാനമായി തന്നെയാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഒരു പ്രധാന മാറ്റം, അതായത് ഹൈബ്രിഡ് ആകുമ്പോഴും ഐസ് മോഡൽ ആകുമ്പോഴും പ്രധാനമായിട്ട് വരുന്നൊരു മാറ്റം എന്ന് പറഞ്ഞാൽ ഈ ഒരു വാഹനത്തിൻ്റെ ഗ്രില്ല് വന്നിട്ടുള്ളതാണ്. ഈ ഒരു ഹണികോം മെഷിൽ വളരെ സ്റ്റൈലിഷ് ആയിട്ടൊരു ഗ്രില്ല് ഇതിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഒരു എന്താ പറയുക ഫ്രണ്ട് ഏരിയ കുറച്ചും കൂടെ സ്റ്റൈൽ നമുക്ക് ഫീൽ ചെയ്യുന്നത് ഇലക്ട്രിക് പതിപ്പിൻ്റെ തന്നെയാണ്. കാരണം ആ ഒരു ഇലിമിനേറ്റ് ചെയ്യുന്ന ഗ്രില്ലും ഇലിമിനേറ്റ് ചെയ്യുന്ന ലോഗോയും ആ ഒരു എന്താ പറയുക നിൽക്കുന്ന ആ ഒരു ഏരിയ ബ്ലാക്ക് ആക്കിയൊക്കെ ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഇതിലേക്ക് വരുമ്പോഴത്തേക്ക് ഈ ഒരു ഏരിയയിൽ ആ ഒരു ബോഡി കളർ തന്നെയാണ് ഇറങ്ങി വന്നിട്ടുള്ളത്. അതുപോലെ ഇവിടെ ഗ്രില്ലുണ്ട്. താഴോട്ട് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ എയർ ഇൻടേക്ക് ഒക്കെ കാണാൻ വേണ്ടി പറ്റും. ഈ ഒരു എന്താ പറയുന്നത് ഈ കാണുന്ന ഒരു എലമെൻറ്റ് ശരിക്കും ഇത് ആക്സസറിയാണ്. ഇവർ ഇപ്പോൾ അത് പിടിപ്പിച്ച് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അത് ശരിക്കും ഇൻബിൽട്ടായിട്ട് വരുന്നതാണെന്ന് ആരും വിചാരിക്കരുത്. അത് ആക്സസറി ആയിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ ഹെഡ് ലാമ്പ് കാര്യങ്ങളെല്ലാം നമ്മൾ മുൻ മോഡൽ പറഞ്ഞതിന് സമാനമായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ടയറിൻ്റെ ഡിസൈൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും ആ ഒരു ഇലക്ട്രിക് മോഡലിന് ചെറിയൊരു ഡിസൈൻ വ്യത്യാസം ഈ ഒരു പതിപ്പിലേക്ക്, അതായത് ഹൈബ്രിഡ് പതിപ്പിലേക്ക് വരുമ്പോൾ ഇത് കുറച്ചും കൂടെ സ്റ്റൈലിഷ് ആയിട്ട് വന്നിട്ടുണ്ട്. അതും ഡയമണ്ട് കട്ടാണ്. 18 ഇഞ്ച് തന്നെയാണ് അതിൻ്റെ വലിപ്പം. ബാക്കി സൈഡ് ഓവറോൾ നമ്മൾ അതിൻ്റെ ഒരു ഡിസൈൻ പാറ്റേണും കാര്യങ്ങളൊക്കെ ആ ഒരു മോഡലിൽ നിന്ന് പറിച്ചു വെച്ച ഡിസൈൻ തന്നെയാണ് ഇതിലും വന്നിട്ടുള്ളത്. പക്ഷേ ഈ ഒരു മോഡൽ ഇതിൻ്റെ ഒരു 7 സീറ്റർ പതിപ്പാണ്. നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയറിലേക്ക് കയറുമ്പോൾ നമുക്ക് പറയാം. ബാക്കിലേക്ക് വരുമ്പം ഇവിടെ നമുക്ക് ആ ഒരു പ്ലഗ് ഇൻ ഹൈബ്രിഡ് എന്ന് പറയുന്ന ആ ഒരു ബാഡ്ജിങ് അഡീഷണലായിട്ട് വന്നിട്ടുണ്ട്. ബാക്കി ലൈറ്റുകളും കാര്യങ്ങളും എല്ലാം നോർമൽ നമ്മൾ കണ്ട ഇലക്ട്രിക് പതിപ്പ് പോലെ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇൻറ്റീരിയറിൽ എന്തൊക്കെ മാറ്റമാണ് വരുത്തിയിരിക്കുന്നതെന്ന് നോക്കാം. ഇലക്ട്രിക് പതിപ്പിൽ നിന്ന് ഹൈബ്രിഡ് മോഡലിലേക്ക് വരുമ്പം പ്രധാനമായി ഇൻറ്റീരിയറിൽ വന്നിരിക്കുന്ന വ്യത്യാസം ഈ ഒരു കളറ് തന്നെയാണ്. കാരണം ഇലക്ട്രിക് പതിപ്പിൽ നമ്മൾ കണ്ടിരുന്നത് ഒരു ബേജ് നിറമായിരുന്നെങ്കിൽ ഈ ഒരു ഹൈബ്രിഡ് പതിപ്പിലേക്ക് വരുമ്പോഴത്തേക്ക് അതൊരു ബ്രൗൺ കളറിലേക്ക് മാറിയിട്ടുണ്ട്. അത് വളരെ എലഗൻ്റ് ആയിട്ടുള്ള കളർ തന്നെയാണ്. ആ ഒരു ബേജിൽ നിന്ന് ഒട്ടും മാറി നിൽക്കുന്നതല്ല. അത്യാവശ്യം നല്ല പ്രീമിയം ഫീൽ തരുന്നൊരു കളറാണ് ഈ ഒരു സീറ്റിനും അതുപോലെ ഈ ഒരു ഡാഷ്ബോർഡിലും ഡോർ പാനലിലും എല്ലാം കൊണ്ടുവന്നിട്ടുള്ളത്. വളരെ എന്താ പറയുന്ന ആ ഒരു കളർ സെലക്ഷനിൽ MG 100% വിജയിച്ചു എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ലെതർ ആ ഒരു ഏരിയ, അതായത് നമ്മൾ പറഞ്ഞ ഈ ഒരു ഏരിയ മാത്രമല്ല സെൻട്രൽ കൺസോളിലും ആ ഒരു കളറാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വാഹനത്തിന് ഇൻറ്റീരിയറിൻ്റെ ഒരു ഓവറോൾ ഒരു ഫീൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു കളറ് തന്നെയാണ്. ഇതിലും നമ്മൾ പറഞ്ഞ ഒരു ആംബിയൻ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ കാര്യമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ആ ഒരു ഫീല് നമുക്ക് അതിൻ്റെ ഈ ഒരു ഏരിയയിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. വളരെ സ്റ്റൈലിഷ് ആയിട്ട് തന്നെ ആ ഒരു കളറ് വന്നിട്ടുണ്ട്. ആ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം അതുപോലെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ തുടങ്ങിയ സൈസുകളിലും കാര്യങ്ങളിലൊന്നും മാറ്റമൊന്നുമില്ല. ഫീച്ചേഴ്സും ആ ഒരു ഇലക്ട്രിക് വാഹനത്തിന് വേണ്ട ഫീച്ചേഴ്സ് ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ ബാക്കി ഫീച്ചേഴ്സ് എല്ലാം ആ ഒരു വാഹനമായിട്ട് പങ്കിടുന്ന പോലെ തന്നെയാണ് ഈ ഒരു എന്താ പറയുക ഈ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റവും വന്നിട്ടുള്ളത്. നമ്മൾ നേരെ ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് നമ്മൾ നോക്കിയാൽ സൈസ് സെയിം തന്നെയാണ്. കളേർഡാണ്. മൾട്ടി ഇൻഫർമേഷൻ ഡിസ്പ്ലേ ഒക്കെ ഈ ഒരു സൈഡിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇതിൻ്റെ ഒരു ഇലക്ട്രിക് ബാറ്ററി റേഞ്ച് അതുപോലെ ഫ്യൂവലിൻ്റെ റേഞ്ചും രണ്ടായിട്ട് കാണിക്കുന്നുണ്ടെന്നുള്ളതാണ്. കാരണം ഇപ്പോൾ ഈ ഒരു ഇതിലും കൂടെ വെച്ച് 274 കിലോമീറ്റർ റേഞ്ചാണ് ഈ വാഹനത്തിലുള്ളത്. ഇതിൻ്റെ ഒരു മെക്കാനിക്കൽ സംവിധാനങ്ങളിലേക്ക് നമ്മൾ പിന്നാലെ വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ നോക്കി ഇതിൻ്റെ ഒരു ഡ്രൈവ് സെലക്ടർ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയയിലൊന്നും നമ്മൾ കാണില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് സംശയമുണ്ട് അത് എവിടെയാണ്. ഈ ഒരു വൈപ്പറിൻ്റെ, അതായത് നമ്മൾ നോർമൽ വാഹനങ്ങളിൽ കാണുന്ന ഈ ഒരു സ്വിച്ച് ഗിയർ, വൈപ്പറിൻ്റെ സ്വിച്ച് ഗിയർ വരുന്ന ഈ ഒരു ഏരിയയിലാണ് ഷിഫ്റ്റ് സെലക്ടർ വന്നിട്ടുള്ളത്. കാരണം നമ്മൾ മുമ്പിലേക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ റിവേഴ്സും താഴോട്ടായി കഴിഞ്ഞാൽ ഡ്രൈവും സെൻട്രൽ ന്യൂട്രലും ഒക്കെ ഉള്ള രീതിയിലാണ്. പാർക്കിംഗ് ബ്രേക്കും ഈ ഒരു ഏരിയയിൽ തന്നെ നമ്മൾ പ്രസ് ചെയ്ത് പാർക്ക് ചെയ്യാം. പാർക്കിംഗ് ബ്രേക്കും അതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. സ്റ്റാർട്ട് സ്വിച്ച് ഈ ഒരു ഏരിയയിലാണ് കൊടുത്തിട്ടുള്ളത്. ബാക്കി ഫീച്ചേഴ്സൊക്കെ നോർമൽ നമ്മൾ ആ ഒരു ഇലക്ട്രിക് വാഹനമായിട്ട് പങ്കിട്ട് തന്നെയാണ് ഈ വാഹനത്തിൽ വരുന്നത്. പക്ഷേ ഈ ഒരു മോഡൽ നമ്മളിപ്പോൾ ഇരിക്കുന്ന ഈ ഒരു പ്ലഗ് ഇൻ ഹൈബ്രിഡ് പതിപ്പെന്ന് പറഞ്ഞാൽ ഇത് 7 സീറ്റർ വാഹനമാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു സെക്കൻഡ് റോ തേർഡ് റോ സ്പേസും കാര്യങ്ങളൊക്കെ നോക്കാം. നമുക്ക് സെക്കൻഡ് റോയിലേക്ക് പോകാം. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു സെക്കൻഡ് റോ തന്നെയാണ് ഈ ഒരു വാഹനത്തിലുള്ളത്. സെക്കൻഡ് റോ നമ്മൾ ആ ഇലക്ട്രിക് മോഡലിന് സെയിം ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. കാരണം 3 ഹെഡ് റെസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു സെൻറ്ററിലൊരു ആംറെസ്റ്റ് വരുന്നുണ്ട്. ഡീസൻ്റ് ആയിട്ടുള്ള ലെഗ് റൂമും ഈ വാഹനത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. സെൻട്രൽ ടണൽ ഈ ഒരു വാഹനത്തിനും ഇല്ല എന്നുള്ളതും വലിയ പ്രത്യേകതയാണ്. കാരണം സാധാരണ ഐസ് മോഡലുകളിലൊക്കെ നമ്മൾ ആ ഒരു സെൻട്രൽ ടണൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഈ ഒരു വാഹനത്തിൽ അതും അവർ ഇല്ലാണ്ടാക്കിയിട്ട് ശരിക്കും അഡാപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ സവിശേഷതയായിട്ട് വേണം നമ്മൾ അതിനെ കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ ബാക്കിലും നമ്മൾ ആ പറഞ്ഞ ആ ഒരു ക്ലൈമറ്റ് കൺട്രോളിൻ്റെ ആ ഒരു പാനൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. സൺറൂഫ് കാര്യങ്ങളൊക്കെ ഇതിലും ഉണ്ട്. ആ ഒരു AC വെൻറ്റ് വരുന്നത് ഈ ഏരിയയിലാണ്. കാരണം നമ്മൾ ഇലക്ട്രിക് മോഡലിൽ കണ്ടത് അവിടെയായിരുന്നെങ്കിൽ ഐസ് മോഡലിലേക്ക് വരുമ്പം ഈ ഒരു ഏരിയയിലാണ് ആ ഒരു AC വെൻറ്റ് അവർ പ്ലേസ് ചെയ്തിരിക്കുന്നത്. തേർഡ് റോ ശരിക്കും നമ്മൾ കുട്ടികൾക്ക് സജസ്റ്റ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ റെക്കമെൻഡ് ആയിട്ടുള്ള എപ്പോഴും കുട്ടികൾക്കാണ്. കാരണം വളരെ ചെറിയ സ്പേസേ അവിടെയുള്ളൂ. ലെഗ് റൂം എന്ന് പറഞ്ഞാൽ കമ്പാരിറ്റീവ്ലി കുറവാണ്. പക്ഷേ AC വെൻറ്റും ചാർജിങ് കാര്യങ്ങളൊക്കെ
ആ ഏരിയയിലും കൊടുത്തിട്ടുണ്ട്. 7 സീറ്റർ വാഹനത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ശരിക്കും ഇതിൻ്റെ സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ അറൗണ്ട് 190 ലിറ്റേഴ്സാണ്. കാരണം 3 നിര സീറ്റുകളുണ്ട്. ആ ഒരു 3-ാം നിര സീറ്റ് മടക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറേജ് സ്പേസ് ഇതിൻ്റെ ബൂട്ടിൽ ലഭിക്കുന്നുണ്ട്. അപ്പം ഇത്രയൊക്കെയാണ് ഈ രണ്ട് വാഹനങ്ങളുടെയും സവിശേഷതയും കാര്യങ്ങളൊക്കെ. കാരണം നമ്മളിപ്പം ഓൾറെഡി ഹൈബ്രിഡ് കണ്ടു, അതുപോലെ ഇലക്ട്രിക്കും നമ്മൾ കണ്ടു. ഇപ്പം നമ്മൾ എന്താ പറയുന്നത്, ഈ വാഹനത്തിൻ്റെ ഫീച്ചേഴ്സ്, ഈ വാഹനത്തിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ ഇത്രയൊക്കെയാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ഈ വാഹനത്തിൻ്റെ മെക്കാനിക്കൽ സംവിധാനങ്ങളാണ്. കാരണം രണ്ട് വാഹനങ്ങളും രണ്ട് പവർ ട്രെയിനുകളിലാണ് വന്നിട്ടുള്ളത്. ഫൈനലി നോക്കാൻ പോകുന്നത് ഇതിൻ്റെ മെക്കാനിക്കൽ സംവിധാനങ്ങൾ, അല്ലെങ്കിൽ ഈ വാഹനത്തിൻ്റെ ബാറ്ററി പാക്ക്, റേഞ്ച് കാര്യങ്ങളൊക്കെയാണ്. ഈ ഒരു ഫുൾ ഇലക്ട്രിക് മോഡലിൽ കൊടുത്തിട്ടുള്ളത് 69.2 കിലോ വാട്ടിൻ്റെ ലിഥിയം അയൺ ഫോസ്ഫേറ്റ് ബാറ്ററിയാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഒരു ക്ലെയിംഡ് റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 517 കിലോമീറ്റർ റേഞ്ചാണ് ഇതിൽ ഉറപ്പ് നൽകുന്നത്. ഇതിൽ കൊടുത്തിരിക്കുന്ന മോട്ടർ, അതായത് മുമ്പിലെ ആക്സിലിൽ കൊടുത്തിരിക്കുന്ന മോട്ടറാണ് ശരിക്കും 204 PS പവറും 310 ന്യൂട്രൺ മീറ്റർ ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവുള്ള മോട്ടറാണ് ഈ വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള റേഞ്ച്, ഡീസൻ്റ് ആയിട്ടുള്ള എന്താ പറയുന്നത് പവറും കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ഈ വാഹനത്തിൻ്റെ മോട്ടർ, അതുപോലെ ഇതിൻ്റെ ആ ഒരു വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ബാറ്ററി പാക്കൊക്കെ തെളിയിക്കുന്നത്. ഇനി നമ്മൾ ആ ഒരു ഹൈബ്രിഡ് മോഡലിലേക്ക് വരികയാണെങ്കിൽ അതിൽ കൊടുത്തിട്ടുള്ളത് ഒരു 1.5 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിനാണ്. ആ ഒരു എഞ്ചിനൊപ്പം തന്നെ ഒരു എന്താ പറയുക ഒരു ഇലക്ട്രിക് മോട്ടറും അതുപോലെ 20.5 കിലോ വാട്ട് ശേഷിയുള്ള ഒരു ബാറ്ററിയും കൊണ്ടുവന്നിട്ടുണ്ട്. ശരിക്കും അത് പ്ലഗ് ഇൻ ഹൈബ്രിഡ് മോഡലാണ്. അതായത് നോർമലി നമ്മൾ ഇലക്ട്രിക് വാഹനം ചാർജ് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ചാർജ് ചെയ്താണ് ഇതിൻ്റെ ഒരു ബാറ്ററി ഫില്ല് ചെയ്യുന്നത്. ആ ഒരു ബാറ്ററിയിൽ നിന്ന് തരുന്ന റേഞ്ച് എന്ന് പറഞ്ഞാൽ 115 കിലോമീറ്റർ റേഞ്ച് ആ ഒരു ബാറ്ററി എന്ന് നമുക്ക്, അല്ലെങ്കിൽ ആ ബാറ്ററി പവറിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ടെന്നുള്ളതാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ശരിക്കും ഇതിൻ്റെ ഒരു റേഞ്ചാണ്. കാരണം ആ ഒരു ഹൈബ്രിഡ് മോഡലിന് നിർമ്മാതാക്കൾ ഉറപ്പ് നൽകുന്ന റേഞ്ച് എന്ന് പറഞ്ഞാൽ 1100 കിലോമീറ്റർ വരെയാണ്. അതായത് ഒരു ഫുൾ ടാങ്ക് പെട്രോൾ അതുപോലെ ബാറ്ററി നിറയെ ചാർജും ഉണ്ടെങ്കിൽ 1100 കിലോമീറ്റർ ഓടാൻ പറ്റുന്നുള്ള ആ ഒരു ഉറപ്പാണ് ഇതിൻ്റെ നിർമ്മാതാക്കൾ. അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ളൊരു റേഞ്ച് തന്നെയാണത്. കാരണം 1100 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഒട്ടും ചെറിയൊരു ദൂരമൊന്നുമല്ല. ഇനി അതുപോലെ നമ്മൾ അതിൻ്റെ ഒരു പവർ നമ്മൾ നോക്കുകയാണെങ്കിൽ ശരിക്കും ആ ഒരു വാഹനത്തിൻ്റെ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് 198 HP പവറും 230 ന്യൂട്രൺ മീറ്റർ ടോർക്കുമാണ് ആ ഒരു വാഹനം പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിൻ്റെ ആ ഒരു എഞ്ചിനും മോട്ടറിനോട് കൂടിയിട്ടുള്ള കമ്പൈൻഡ് ആയിട്ടുള്ള പവർ എന്ന് പറഞ്ഞാൽ 198 PS പവറാണ്. ശരിക്കും ഇന്ത്യയിൽ ഇന്ന് വന്നിട്ടുള്ളതിൽ ഏറ്റവും കൂടുതൽ ഫ്യൂവൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു ഹൈബ്രിഡ് വാഹനം എന്ന് MG വിശേഷിപ്പിക്കുന്ന വാഹനമാണിത്. കാരണം അവർ പറയുന്നത് 40 കിലോമീറ്ററോളം മൈലേജ് ഈ വാഹനത്തിന്, അതായത് ആ ഒരു 1100 കിലോമീറ്റർ റേഞ്ച് വെച്ച് കണക്കാക്കിയാൽ 40 കിലോമീറ്ററോളം ഇന്ധനക്ഷമതയുള്ളൊരു വാഹനമായിട്ടാണ് MG ഒരു ഹൈബ്രിഡ് മോഡലിനെ വിശേഷിപ്പിക്കുന്നത്. ഇത്രയൊക്കെയാണ് ഈ വാഹനത്തിൻ്റെ മെക്കാനിക്കൽ സംവിധാനങ്ങളും സവിശേഷതകളൊക്കെ. ഈ ഒരു വാഹനത്തിൻ്റെ ചാർജിങ് നമ്മൾ നോക്കുകയാണെങ്കിൽ 90 കിലോ വാട്ടിൻ്റെ വരെ ചാർജർ സപ്പോർട്ട് ചെയ്യുന്നൊരു വാഹനമാണ്. അതുകൊണ്ട് തന്നെ 30% നിന്ന് 80% വരെ ഒരു 35 മിനിറ്റ് കൊണ്ട് ചാർജ് ചെയ്യാൻ പറ്റുമെന്നുള്ളതും ഈ ഒരു വാഹനത്തിൻ്റെ സവിശേഷതയായിട്ട് MG പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇതിൻ്റെ എന്താ പറയുന്നത് ഈ രണ്ട് മോഡലുകളുടെയും സവിശേഷതയും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി. ഇനി നമ്മൾ നോക്കാനുള്ളത് ഇതിൻ്റെ വിലയാണ്. കാരണം ഏറ്റവും ആളുകൾക്ക് ആകാംക്ഷയുള്ളത് ഈ വാഹനത്തിൻ്റെ വില അറിയാൻ വേണ്ടിയായിരിക്കും. ശരിക്കും നമ്മൾ ആദ്യം ഇതിൻ്റെ ഒരു പ്ലഗ് ഇൻ ഹൈബ്രിഡ് മോഡലിൻ്റെ വില നോക്കിക്കഴിഞ്ഞാൽ 25.70 ലക്ഷം രൂപയിലാണ് അതിൻ്റെ വില ആരംഭിക്കുന്നത്. അതുപോലെ അതിൻ്റെ ഒരു ടോപ്പ് എൻഡ് പതിപ്പിലേക്ക് വരുമ്പോഴത്തേക്ക് 27.80 ലക്ഷം രൂപയും വിലയാവും. പക്ഷേ ഈ ഒരു വിലയിൽ നല്ല ഇത്രയും വിലയോ എന്ന് കേട്ട് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നമുക്കറിയാം MG ആദ്യമായിട്ട് അവതരിപ്പിച്ചൊരു ബാസ് എന്ന് പറയുന്നൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ആ സെയിം പ്രോഗ്രാം ഈ ഒരു വാഹനത്തിൻ്റെ വിലയിലും ബാധകമാണ്. ശരിക്കും ബാസ് പ്രോഗ്രാമിൽ 21.79 ലക്ഷം രൂപ വിലയിൽ ആ വാഹനം കിട്ടും. പക്ഷേ അന്നേരം അതിലുള്ളൊരു ബാറ്ററി ശരിക്കും ഒരു സർവീസ് ആയിട്ടാണ് നമ്മൾ എടുക്കേണ്ടത്. അതിന് നമ്മൾ കിലോമീറ്ററിന് ഏതാണ്ട് 3 രൂപ 20 പൈസ വെച്ച് നമ്മൾ വാടകയായിട്ടും കൊടുക്കണം. നമ്മൾ ഇലക്ട്രിക് മോഡലിൻ്റെ വിലയിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇലക്ട്രിക് മോഡലിൻ്റെ വില ആരംഭിക്കുന്നത് 19.49 ലക്ഷം രൂപയിലാണ് വില ആരംഭിക്കുന്നത്. ശരിക്കും അത് കഴിഞ്ഞ് അതിൻ്റെ ഒരു ടോപ്പിൻ്റെ മോഡലിലേക്ക് വരുമ്പോഴത്തേക്ക് 23.49 ലക്ഷം രൂപ വില വരുന്നുണ്ട്. പക്ഷേ ഈ ഒരു വാഹനത്തിൻ്റെ കാര്യത്തിൽ ഈ ബാസ് എന്ന് പറയുന്ന ആ ഒരു സ്കീം ബാധകമാണ്. ശരിക്കും ബാസ് അടിസ്ഥാനത്തിൽ വളരെ കുറഞ്ഞ വിലയിൽ നമുക്ക് ഈ വാഹനം സ്വന്തമാക്കാൻ വേണ്ടി പറ്റും. കാരണം 13.99 ലക്ഷം രൂപയാണ് ഈ വാഹനത്തിൻ്റെ വില വരുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു ബാറ്ററി നമ്മൾ ഇവരുടെ ഒരു സർവീസ് അല്ലെങ്കിൽ ഒരു സേവനമായിട്ട് നമ്മൾ എടുക്കണം. അതിൻ്റെ വാടക വരുന്നത് കിലോമീറ്റർ 4.90 രൂപ വീതം
നമ്മൾ ഓരോ കിലോമീറ്ററിന് വാടകയായിട്ടും നൽകണം. അപ്പം ഇത്രയൊക്കെയാണ് എം ജിയുടെ അഡാപ്റ്റ് എന്ന് പറയുന്ന ആ ഒരു പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കി ഒരുങ്ങിയിട്ടുള്ള വാഹനത്തിൻ്റെ സവിശേഷതകളും ആ ഒരു വാഹനത്തിൻ്റെ ഫീച്ചേഴ്സ്, ആ വാഹനത്തിൻ്റെ വില, പവർ ട്രെയിൻ കാര്യങ്ങളൊക്കെ നമ്മൾ അറിയേണ്ട ഇതിൻ്റെ ഒരു ഡ്രൈവാണ്. വൈകാതെ തന്നെ ഈ വാഹനത്തിൻ്റെ ഡ്രൈവ് നമുക്ക് കിട്ടും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ഈ വാഹനം ജസ്റ്റ് ലോഞ്ച് ചെയ്തിട്ടുള്ളൂ. ഇന്നലെ മുതൽ ഇതിൻ്റെ ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട്. ഒരു ഹൈബ്രിഡ് മോഡൽ നവംബറിലായിരിക്കും വിതരണം തുടങ്ങുക. ഇലക്ട്രിക് വാഹനം വൈകാതെ തന്നെ വിതരണം ചെയ്യാൻ കഴിയുമെന്നാണ് എം ജി പറയുന്നത്. എം ജിയുടെ ഏറ്റവും പുതിയ ലോഞ്ചായ ഹെക്ടർ, ടോമഹോക്ക് ഹൈബ്രിഡ്, അതുപോലെ ഇലക്ട്രിക് വാഹനങ്ങളുടെ കൂടുതൽ അപ്ഡേറ്റുകൾ നമ്മുടെ മാതൃഭൂമി.comൻ്റെ ആ ഒരു വാഹന പരിപാടിയായ ഓട്ടോ ഡ്രൈവിൽ വരുന്നുണ്ട്. സോ ഈ വാഹനം സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കും അപ്ഡേറ്റുകൾക്കുമായിട്ട് കീപ് വാച്ചിങ് മാതൃഭൂമി.com ഓട്ടോ ഡ്രൈവ്.